എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം, ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു നാടൻ ഒഴിച്ചുകറിയാണ് കേട്ടോ. ഊണിൻ്റെ ലഞ്ചിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് നമ്മൾ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് ഇതുപോലെ വെള്ളരിക്കയുണ്ട്, അതുപോലെ തന്നെ കറി വയ്ക്കുന്ന പരിപ്പ്, സാമ്പാർ പരിപ്പുണ്ടല്ലോ അങ്ങനത്തെ പരിപ്പ്, പിന്നെ 2 തക്കാളി, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, പിന്നെ വെള്ളരിക്ക, പിന്നെ അരമുറി തേങ്ങയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു തക്കാളി ഓപ്ഷനിലാണ്, കാരണം പുളിരസം ഇഷ്ടമുള്ളവർക്ക് മാത്രമാണ് ഈ തക്കാളി ചേർത്താൽ മതി, അല്ലെ തക്കാളി വേണ്ട കേട്ടോ. അപ്പോൾ നമുക്കൊരു ചെറിയൊരു പുളിരസം ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ തക്കാളിയും കൂടി എടുത്തത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി വരാം. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് വെള്ളം വെച്ചിട്ട് പരിപ്പൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളെ പിന്നെ ഈ ഒരു വെള്ളരിക്കൊക്കെ അരിഞ്ഞ് വരുമ്പോഴത്തേക്കും പരിപ്പൊന്ന് വെന്ത് കിട്ടിക്കോട്ടെ. വളരെ പെട്ടെന്ന് വേവുന്നത് കണ്ടോ, തിളച്ചപ്പോഴത്തേക്കും വേവുന്ന, പെട്ടെന്ന് നല്ലോണം വേവുന്ന പരിപ്പാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ഒരു സൈസായിട്ടാണ് നമ്മൾ വെള്ളരിക്ക അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ 7 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 7 പച്ചമുളക് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കറിയിലേക്ക് വേറെ എരിവൊന്നും ചേർക്കാത്തതുകൊണ്ടാണ് അത്ര ഇട്ട് കൊടുത്തിട്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഒരു 1/4 ടീസ്പൂണിലും കൂടുതൽ അളവിൽ ഉപ്പിട്ട് കൊടുത്തു. 1/4 ടീസ്പൂണിലും കുറവ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അരയ്ക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ടല്ലോ, അതുണ്ടോ തീ അത്യാവശ്യം കത്തുന്നുണ്ട്. അടച്ചൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കിടന്നിട്ട് ഇതൊന്ന് വെന്ത് കിട്ടട്ടെ. അപ്പോഴേക്കും നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഈ കറിക്ക് വേണ്ട തേങ്ങ ഒന്ന് ചിരകിയെടുക്കാം കേട്ടോ. വേണ്ടില്ലേ. അപ്പോൾ ഇത് പരിപ്പ് ഓൾറെഡി നമ്മളൊന്ന് തിളച്ചിട്ടാണ് നമ്മൾ കഷ്ണം ഇട്ട് കൊടുത്തത്. കഷ്ണം അത് 1-2 തിളച്ച് അപ്പോഴേ പെട്ടെന്ന് വേവുന്നതാണ് വെള്ളരിക്ക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 2 തണ്ട് കറിവേപ്പിലയും 2 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ തക്കാളി ആയതുകൊണ്ട് തന്നെ നമ്മൾ 2 എണ്ണമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു തക്കാളിൻ്റെ പുളിരസം ഈ ഒരു കറിക്ക് കൊടുക്കുന്ന ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന, വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല. അത് നിങ്ങൾ വെച്ചിട്ട് തന്നെ അത് ടേസ്റ്റ് ചെയ്ത് തന്നെ മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ. ഇനി തക്കാളി വെന്ത് ഒരുപാട് ഉടഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ അത്യാവശ്യം ഒന്ന് വെന്ത് ഈ ഒരു പരിപ്പിൻ്റെ കൂടെയും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന വെള്ളരിക്കേൻ്റെ കൂടെയൊക്കെ ഒന്ന് ചേരട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ അരമുറി തേങ്ങ ചിരകിയെടുത്തു. അതിൽ 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂണിലും കുറവും മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരട്ടെ കേട്ടോ. അതൊന്ന് അരച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കഷ്ണങ്ങളൊന്ന് നോക്കി നോക്കാം. അത് കണ്ടില്ലേ, കഷ്ണങ്ങൾ നമ്മളെ തക്കാളിയൊക്കെ ആവശ്യത്തിന് വെന്ത് എല്ലാതും നല്ലൊരു പരുവായിട്ട് കുറുകിയ ഒരു ചാറോട് കൂടിയാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നല്ല കിടിലൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. ഇത് എന്താ പറയുക, ചോറിൻ്റെ കൂടെയൊക്കെ ഈ ഒരു ഒറ്റ കറി മാത്രം മതി നമുക്ക് പിന്നെ വയറ് നിറച്ച് ചോറുണ്ണാൻ. നല്ല അടിപൊളി കറിയാണ് കേട്ടോ. വേറെ ഒന്നുമില്ലെങ്കിലും നല്ല ഇതിൻ്റെ കൂടെ ഒരു പപ്പടം കൂടി കൂട്ടിയാൽ നമുക്ക് നന്നായിട്ട് തന്നെ ചോറ് കഴിക്കാൻ പറ്റും. അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇത് നമ്മൾ നന്നായിട്ട് അരച്ചിട്ടുള്ള ഒരു മുറി തേങ്ങയും കൂടി കൊണ്ടുവന്ന് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കറീൻ്റെ പരുവം, ചാറിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് നിങ്ങൾക്ക് അതിലേക്ക് വെള്ളമൊക്കെ ചേർക്കാം കേട്ടോ. ഇതിലേക്ക് ഞാനിപ്പോൾ ഇതിൻ്റെ ഇത്ര കുറുകി പോയതുകൊണ്ട് തന്നെ അല്പം ചൂടുവെള്ളം ചേർക്കാവുള്ളൂ കേട്ടോ. ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു കളറ് കുറവ് പോലെ എനിക്ക് തോന്നി. മഞ്ഞൾപ്പൊടി കഷ്ണത്തിൽ ഇട്ടതുകൊണ്ട് തേങ്ങയിൽ വളരെ കുറച്ച് ഇട്ടുള്ളൂ, അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് തിളപ്പിച്ച് ചെറുതായിട്ടൊന്ന് തിളവന്നെടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂണ് വെളിച്ചെണ്ണ, നാടൻ വെളിച്ചെണ്ണ ഒരു ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കുക. നന്നായി പൊട്ടി വരുമ്പോൾ ഒരു ചെറിയുള്ളി കട്ട് ചെയ്തത്, 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. നല്ല 2-3 ഉണക്കമുളകും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഈ ഒരു എല്ലാത്തിൻ്റെയും ഫ്ലേവർ ആ ഒരു എണ്ണയിലേക്ക് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ആ ഒരു ചെറിയുള്ളി കരിഞ്ഞ് പോകരുത്. എന്നാൽ ചെറിയുള്ളി നല്ല ഗോൾഡൻ ഷെയ്ഡ് ആവുന്നവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത ശേഷം നമ്മുടെ കറിയിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു എന്താ പറയുക, ചെറിയുള്ളീൻ്റെയും പിന്നെ ഈ ഒരു മുളകിൻ്റെ ഒക്കെ ഫ്ലേവർ നമ്മളുടെ കറിക്ക് കിട്ടട്ടെ. അപ്പോൾ അത് നമ്മളുടെ എന്താ പറയണ്ടേ, വെള്ളരിക്കയും പരിപ്പും പിന്നെ ഇത് തക്കാളിയും കൂടി ചേർന്നുള്ള അടിപൊളി നാടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ കമൻറ്റ് ബോക്സിൽ വന്ന് അഭിപ്രായം അറിയിക്കാതെ പോയേക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിരിക്കും വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ്.